അയോധ്യയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ. നിരവധി രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടുകൾ നീണ്ട ഒരു യാത്രയുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. പുതുതായി പണിത രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ബാലവിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. ചടങ്ങിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 മണിയോടെ രാമജന്മഭൂമിയിലെത്തും. ചടങ്ങിൽ യജമാന സ്ഥാനമാണ് പ്രധാനമന്ത്രിക്ക്. പ്രതിഷ്ഠയ്ക്ക് ശേഷം നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രമുഖരുടെ നീണ്ട നിരയാണ് അയോധ്യയിലെത്തുക. പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത ജാഗ്രതയും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 8000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡൽഹിയിലെ വിവിധ മേഖലകളിലായി വിന്യസിച്ചത്. ഡ്രോൺ നിരീക്ഷണവും പുരോഗമിക്കുന്നുണ്ട്. സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ ഫ്ളാഗ് മാർച്ചും നടത്തുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും മാർക്കറ്റുകളിലും പ്രത്യേകം പരിശോധനയും നിരീക്ഷണവും തുടങ്ങിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 7000 അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ, വ്യവസായികളായ മുകേഷ് അംബാനി, ഗൗതം അദാനി എന്നിവരും അതിഥികളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാമവിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു. കർണാടകയിലെ മൈസൂർ സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജാണ് രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹം നിർമ്മിച്ചത്. ശാലിഗ്രാം ശില കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ശാലിഗ്രാം പാറ. ഇത് ജലപ്രതിരോധ ശേഷിയുള്ളതാണ്. ചന്ദനമടക്കമുള്ളവ പുരട്ടുന്നത് വിഗ്രഹത്തിന്റെ ശോഭയെ ബാധിക്കില്ല. ഇത് കറുത്ത നിറമുള്ള കല്ലാണ്. പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ശാലിഗ്രാം കല്ല് വിഷ്ണുവിന്റെ രൂപമായും ശ്രീരാമനെ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായും കണക്കാക്കുന്നു. 51 ഇഞ്ചാണ് ഉയരം. ഏകദേശം 200 കിലോഗ്രാമാണ് ഭാരം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.